ഗായ്സ് ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നതെന്ന് പറയണത് വേറൊന്നുമല്ല. മുംബൈയിൽ ഒരു ഷോപ്പിംഗ് മാളിൽ ഇവർ ഒരു കാര്യം ചെയ്ത് അവരാണെങ്കിൽ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഫെവിക്കോൾ കമ്പനിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഫെവിക്കോൾ കമ്പനിക്ക് എന്താണ് ഫ്രീ ആയിട്ട് ആളുകൾക്ക് ദാനമായിട്ട് സാധനങ്ങൾ കൊടുക്കേണ്ടത് എന്തിനെന്ന് നിങ്ങൾ ചോദിച്ചു പോകും. അപ്പോൾ ഇവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത്. ട്വിസ്റ്റ് വേറൊന്നുമല്ല, ആളുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കാണും, നിങ്ങൾക്ക് ഈ ഷോപ്പിൽ നിന്ന് എന്ത് സാധനം വേണമെങ്കിലും എടുക്കാം. അതിൽ കരകൗശല വസ്തുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ആർട്ട് വർക്ക് ചെയ്ത വസ്തുക്കളുണ്ട്, പാത്രങ്ങളുണ്ട്, ക്ലോക്കുണ്ട്, എല്ലാം ഉണ്ട്. ക്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം വീട്ട് ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അതിലൊരു ബോർഡ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പോയി എടുത്തോളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആളുകൾ പോയിട്ട് ആ ബോർഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് സാധനം എടുക്കാൻ പറ്റുമോ? അവർ നേരെ പോയിട്ട് സാധനം എടുക്കാൻ നോക്കി, പറ്റുന്നില്ല. അവർ ആഞ്ഞു നോക്കി, പറ്റുന്നില്ല. അപ്പം മനസ്സിലായി ഇവന്മാർ പണി തന്നെയാണെന്ന്. സംഭവം അത് ഫെവിക്കോളിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. അവരാണെങ്കിൽ ഓരോ വസ്തുക്കളും പശ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ വെച്ചപ്പോഴേക്ക് ആളുകൾ എടുക്കാനായിട്ട് പറഞ്ഞു. ഇവന്മാർ വലിച്ചിട്ടും പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവന്മാർ ഇതിന് വേണ്ടി സെപ്പറേറ്റ് നല്ല കൂടിയ ഇനം പശ ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ഒട്ടിച്ച് വെച്ചതെന്ന്. സാധാരണ ഫെവിക്കോളിട്ട് ചാരിയൊക്കെ ഒട്ടിക്കാറുള്ളതാണ്, അത്യാവശ്യം ഇളകി വരാറുണ്ട്. ഇത് അവന്മാർ വേറെ എന്തോ പശ ഒട്ടിച്ചതെന്നാണ് തോന്നുന്നത്. എന്തായാലും സംഭവം ഇവരെ മാർക്കറ്റിംഗ് തന്ത്രം ഏറ്റിട്ടുണ്ട്, അവർ വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്.